وكان أيوب السختياني رحمه الله تعالى يقول മഹാൻ പറയുന്നു എന്ത് ലായക്കുമുറു റജുലു ഒരു മനുഷ്യൻ പരിപൂർണനാകൂല അത്തായക്കൂന ഫീ ഹസ്ലത്താനി രണ്ട് കാര്യം അയാളിൽ ഉണ്ടാവണം. ആ രണ്ട് കാര്യം ഉണ്ടെങ്കിലേ അയാൾ പരിപൂർണ മനുഷ്യന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് യഥാർത്ഥ പരിപൂർണ മോമിനെന്നർത്ഥം. ഒന്ന് അത്തഅഫുഫു അമ്മാബി ഐദിൻ നാസി, ജനങ്ങളെ കയ്യിൽ അള്ളാഹുത്തല പലതും കൊടുത്തുക്കും, അതിനെപ്പറ്റി ശ്രദ്ധ അല്ലാതെ തിരിഞ്ഞു കളയുക, അത് ആശിക്കാതിരിക്കുക, അതൊക്കെ അർത്ഥം വെക്കാനോ. അപ്പൊ തഹമ്മുൽ അദാ മിൻഹും, ജനങ്ങളെ ഭാഗത്തുനിന്ന് പല പീഡനങ്ങളും പലതും നേരിടേണ്ടി വരും, അതൊക്കെ സഹിക്കും ചെയ്യുക. ഇത് രണ്ടും ഉണ്ടെങ്കിൽ പരിപൂർണ മോമിനാണ് എന്നാണ്. വക്കാന മാലിക് ബിൻ ദീനാർ റഹിമഹുല്ലാഹു തആല മഹാനവറുകളായിരുന്നു ഇദാ ദുഇയ ഇലാ വലീമത്തിൻ, ഒരു സദ്യയിലേക്ക് ക്ഷണിക്കപ്പെടുകയാണെങ്കിൽ വറഅ ഹുനാക ഹദൻ മിൻ വലാത്തിൽ ജൗരി, അക്രമകാരികളായ ഭരണാധിപന്മാരിൽപ്പെട്ട ആരെങ്കിലും ഒരാള് അവിടെ ഉണ്ടെന്ന് കണ്ടാൽ റജഅ മുസ്രിൻ, അതിവേഗത്തിൽ മൂപ്പര് പങ്കെടുക്കാതെ തിരിച്ചു പോരും. എന്നിട്ട് വക്കാല, മഹാൻ പറയുന്നു, ഇന്നാ ലാ നുജാലിസുൽ ജബാബിറത്ത, അഹങ്കാരികളും ധിക്കാരികളുമായ ആൾക്കാരുള്ളവർക്ക് നമ്മളിരിക്കൂല. ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ. ഈ ധിക്കാരികൾ ആരും ഇഷ്ടപ്പെടൂല. ധിക്കാരികളിൽ എല്ലാവർക്കും വെറുപ്പ് തന്നെയാണ്. അത് അള്ള ഇട്ടുകൊടുക്കുന്ന ഒന്നാണ്. ധിക്കാരികളോട് ആർക്കും സ്നേഹം ഉണ്ടാവില്ല. വക്കാന മൈമൂൻ ബിൻ മെഹ്റാൻ റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, മുആക്കലത്തുൽ മുഹിബ്ബി തഹ്ലബു ത്വആമാന, ഇഷ്ടപ്പെട്ട ആൾക്കാരെ കൂടെ ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം ദഹിക്കും, നല്ല ദഹനം ഉണ്ടാവും. മുആക്കലത്തുൽ അദുവി, ശത്രുക്കളോടുകൂടെ ഭക്ഷണം കഴിച്ചാൽ തുതഖിമുഹു, അത് അവരെ ദഹിപ്പിക്കൂല, അവർ ദഹനക്കേടുണ്ടാവും. അപ്പൊ നല്ലവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ദഹനം കിട്ടും, അതിന് മരുന്നൊന്നും വേണ്ട. ശത്രുക്കളെ കൂടെ ഭക്ഷണം കഴിച്ചാൽ വിഷമാണ്, ദഹിച്ചു കിട്ടൂല. വക്കാന സഖീഖ് ബിൻ ഇബ്രാഹിം റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാനവറുകൾ പറയുന്നു, എന്താ പറയുന്നത്, ലം യബ്ഖ ഫീ ഹാദ സമാനി, ഈ കാലഘട്ടത്തിൽ അവശേഷിക്കുന്നില്ല, വലീമത്തുൻ അലാ വിഫ്ഖി സുന്നത്തി, ഇസ്ലാമിക ചര്യ എങ്ങനെയാണോ അതനുസരിച്ച് ഒരു സദ്യയും ഇന്നും ഇല്ല. ഇന്ന് നേരെ തിരിച്ചൊക്കെ ആഹ്ലാദങ്ങളും വേണ്ടാത്ത സദ്യയിലുള്ളൂ. കല്യാണമായാലും സൽക്കാരായാലും നിശ്ചയായാലും എന്തായാലും. വലഖദ് നദംതു അലാ ഇജാബത്തിൽ വലായിമ, ഇത്തരം വലീമത്ത് ഉണ്ടെങ്കിൽ ആ വലീമത്തുകൾക്കൊക്കെ ഞാൻ വിളിച്ചാൽ അതിന് ഉത്തരം നൽകുക എന്ന കാര്യത്തിൽ എനിക്ക് ഖേദാണ്, പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന്. അപ്പൊ നല്ല നല്ല സദ്യകൾ ഉണ്ടെങ്കിൽ ഇസ്ലാമികമായ രീതിയിലുള്ള അനർത്ഥമൊന്നും ഇല്ലാത്ത, അനാചാരമൊന്നുമില്ലാത്ത നല്ല സദ്യയാണെങ്കിൽ പോകാം. ഇങ്ങനെയൊക്കെയാണ് മഹാന്മാര് വലീമത്തിനെ കണ്ടിരുന്നത്. വക്കാന സൗരി റഹിമഹുല്ലാഹു തആല യഖൂൽ ലി അസ്ഹാബിഹി, സൗരി ഇമാം തന്റെ അണികളോട്, സ്വഹാബത്തിനോട് പറയുമായിരുന്നു, അലൈക്കും ബി ആദിമി ഹുളൂരിൽ വലായിമി, സദ്യ ഉണ്ടാക്കിയാൽ അത്തരം സദ്യകൾക്ക് നിങ്ങൾ സന്നിഹിതരാവരുത് എന്ന് മൂപ്പര് തന്റെ ശിഷ്യന്മാരോട് പറയും. മാ അംകന, കഴിവിന്റെ പരമാവധി പോവണ്ട, ഇല്ലായും കാലത്ത് സാലിമത്തമിനൽ ബിദ്അത്തി, ആ സദ്യകള് അനാചാരങ്ങളെ തൊട്ടും പുതിയ പുതിയ ബിദ്അത്ത് എന്തെങ്കിലും അതിലുണ്ടോ അതിനെ തൊട്ടൊക്കെ രക്ഷപ്പെട്ടതായിരിക്കണം. ചുരുക്കി പറഞ്ഞ നല്ല രീതിയിലുള്ള വലീമത്തായി പോയാൽ മതി, അല്ലെങ്കിൽ വേണ്ട. അതാണ് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഗാനമേളയും ബാറില്ല സദ്യ ഉണ്ടെങ്കിൽ കല്യാണത്തിലേക്ക് ഞങ്ങളെ പറഞ്ഞാക്കില്ല, ഉസ്താദന്മാര് പോകൂല്ല. അങ്ങനെയായിരുന്നു മുമ്പൊക്കെ. വിളിക്കണ്ട അറിയും, കാരണം അത് അനാചാരമല്ലേ, ഇസ്ലാമികമല്ല. അതുകൊണ്ട് ഞങ്ങളില്ല, അതിൽ വന്ന് ഇരുന്നാൽ ഞങ്ങളത് സപ്പോർട്ട് ചെയ്തവരാകൂലേ. ഇങ്ങനെ വറഇന്റെ സൂക്ഷ്മാലുക്കളായിരുന്നു പണ്ഡിതന്മാരൊക്കെ. ഓലാരും പങ്കെടുക്കാറില്ല. ഇന്ന് നേരെ തിരിച്ചായി. ഇന്ന് പങ്കെടുത്തില്ലെങ്കിൽ മോലിന് പോണ്ടി വരുന്നു, അവർക്ക് മിണ്ടാൻ പാടുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ കോലം മാറി.
മിൻ ഖസ്അത്തി റജുലിൻ, ഒരാളുടെ പ്ലേറ്റിൽ നിന്ന് ഒരു മനുഷ്യൻ തിന്നിട്ടില്ല, ഇല്ല ദല്ലലഹു, അത് അവനെ നിസാരമാക്കിയിട്ടല്ലാതെ. അപ്പൊ അതുകൊണ്ടൊരു വിധം കൈയൊങ്ങി പോവണ്ട എന്നാണ്. വഖദ് കാന അമീറൽ മുഅ്മിനൈനി വഖദ് കാന അമീറൽ മുഅ്മിനീന ഉമർ വ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അമീറായ മുഅ്മിനീങ്ങളുടെ രണ്ട് അമീറന്മാർ അഥവാ ഉമർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുമ ഇവരായിരുന്നു ലാ യുജീബാനി ഇലാ ഹുളൂരിൽ വലായിമി, സദ്യകൾ വിളിച്ചാൽ അതിക്കൊന്നും അവർ ഉത്തരം കൊടുക്കാറില്ല, അവിടെ ഹാജരാവരില്ല. വയഖൂലാനി, ഈ രണ്ട് മഹാന്മാർ പറയും, നഖാഫു അൻ യകൂന ത്വആമു മുബാഹാത്തൻ വതഫാഖുറൻ, ഞങ്ങൾക്ക് പേടിയാണ് ഈ ഭക്ഷണം ഉണ്ടാക്കിയത് പവർ പറയുവാനും അന്തസ് പറയാനും ഉണ്ടാക്കിയതായിരിക്കും, ആ പേടി ഞങ്ങൾക്കുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ പോകൂല. എന്തോരം നല്ല ഭക്ഷണമല്ലേ, അത്ര ഉണ്ടാക്കി ഇത്ര ഉണ്ടാക്കി ഇന്ന ആള്, ഇങ്ങനെ ഭക്ഷണത്തെ കുറിച്ചുള്ള പവറും അന്തസ്സൊക്കെ പറയാറുണ്ട്. അതിനൊന്നും മഹാന്മാർ ഉത്തരം കൊടുക്കാറില്ലായിരുന്നു പേടിച്ചിട്ട്. നല്ലതല്ലേ. ഗാന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു യഖൂൽ, മഹാൻ പറയുന്നു, നുഹീന അൻ നുജീബ ഇലാ തുആമി മൻ അൽഖറ ലനാ അമാറാത്തി ദിയാഇ വസംഅതി ഫി തുആമിഹി. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു പ്രചാരപ്പെടുത്തലോ ലോകമാന്യതത്തിന്റെ അടയാളം ഞങ്ങൾക്ക് വെളിവാക്കി തരുന്നവൻ ആരാണോ അത്തരം ആളുടെ ഭക്ഷണത്തിലേക്ക് ഞങ്ങൾക്ക് ഉത്തരം നൽകാൻ പാടില്ല. അങ്ങനെ ഉത്തരം നൽകലിനെ ഞങ്ങൾക്ക് തടയപ്പെട്ടിരുന്നു എന്നാണ്. കാരണം അത് ലോകമാന്യത്തിനും പ്രചാരത്തിനും വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന് പറയും. ഔകാനവി ബൈത്തി സുത്തൂർ കഅബ, അല്ലെങ്കിൽ കഅബയെ പൊതിഞ്ഞ് മറച്ചു വെച്ചതായിരിക്കുന്ന പട്ടുപോലുള്ള വിരികൾ ഉള്ള വീടാണെങ്കിൽ ആ വീട്ടിലേക്ക് പോകൂല. അങ്ങനെയാണ്, പറ്റൂല. പട്ട് കഅബക്ക് പൊതിഞ്ഞു കൊടുക്കല്ല, വേറെ പറ്റുമല്ലോ. വകാന ഹാത്തമുൽ അസ്വമി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുമായിരുന്നു, ഇന്ന മദമ്മത്തൻ നാസി ലിശഖ്സ് ഫീ ഹാദ സമാനി, ഈ കാലഘട്ടത്തിൽ ഒരു വ്യക്തിയെ ജനങ്ങൾ കുറ്റപ്പെടുത്തുക എന്നുള്ളത് മദഹത്തുല്ലഹു, അത് അവന് ഗുണമായിട്ടാണ് നിൽക്കണം. മദഹാണ്. ഒരു വ്യക്തിയെ കുറിച്ച് ജനങ്ങൾ അങ്ങനെ ആക്ഷേപിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ, അത് അവന് ഗുണമാണ്. എന്താ കാരണം, ഈ അന്നക്കും നിശ്ചയമായിട്ടും ജനങ്ങള് ലാ യദുമൂനഹു, ജനങ്ങള് ആ വ്യക്തിയെ ആക്ഷേപിക്കുന്നില്ല. ഇല്ലാ ബിമ ലാ തഹ്വാഹു നുഫൂസുഹും, അവരുടെ ശരീരങ്ങൾ എന്താശിക്കുന്നുവോ ആ ആശിക്കാത്ത കാര്യം കൊണ്ടല്ലാതെ. അതുപോലെ ശരീരം ഇച്ഛിക്കുന്നത് എന്താണോ അതല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ ഒരു കുറ്റപ്പെടുത്തുന്നത്. അല്ല, അവൻ ആശിക്കുന്ന കാര്യത്തെ കുറ്റപ്പെടുത്തൂരല്ലോ. അതുപോലെ ശരീരം ആശിക്കാത്ത ഏതുണ്ടോ അത്തരം കാര്യങ്ങൾ ഒരാൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ കുറ്റപ്പെടുത്തും. അവൻ ശരീരം ആശിച്ചത് എന്താണോ അതുണ്ടെങ്കിൽ കുറ്റപ്പെടുത്തൂല്ല. അതാണ് ഇക്കാലഘട്ടത്തിൽ ഒരു വ്യക്തിയെ ജനങ്ങൾ ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് ഗുണമാണ് എന്ന് പറയാൻ കാരണം. മൂസ ബിൻ തുൽഹ റളിയല്ലാഹു തആല അൻഹു യഖൂൽ, മഹാൻ പറയുമായിരുന്നു, എന്ത്, അർസല ഇലയ്യ അബ്ദുൽ മലിക് ബിൻ മർവാൻ, അബ്ദുൽ മലിക് എന്ന് പറയുന്ന ഭരണാധിപൻ എന്നെ കൊള്ള അയച്ചു. ബി സലാസത്തി ബദരി ഫില്ല, ഒരു 3 പ്ലേറ്റ് വെള്ളിപ്പാത്രം കൊടുത്തയച്ചു. അപ്പൊ നിറയെ തളികയാണ്, നാണയമുള്ള വെള്ളി നാണയമുള്ള തളിക. അങ്ങനെ അർസല അദ്ദേഹം പറയുകയും ചെയ്തു, അങ്ങനെ യഖൂലു, അങ്ങനെ അദ്ദേഹം പറഞ്ഞയച്ചിട്ട് പറയുന്നു, ഫർഖ്ഹ അൽ ഫുഖറാ, നിങ്ങള് സാധുക്കൾക്ക് ഇത് വീതിച്ചു കൊടുക്കണം എന്ന് അബ്ദുൽ മലിക് പറയുകയും ചെയ്തു. അങ്ങനെ മൂസത്തുൽ പറയുകയും ചെയ്തു. അങ്ങനെ അജബത്തു ഇലാ ദാലിക, നല്ല കാര്യല്ലേ. അപ്പൊ അയാൾ തന്നപ്പോ ഞാൻ അത് സ്വീകരിച്ചു, അയാൾക്ക് ഉത്തരം കൊടുത്തു. സുമ്മ അർസൽതു മിന്നാ ഷൈഅൻ, ആ വെള്ളി തളികകളിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്തു. അതെടുത്തുകൊണ്ട് ഞാൻ പോയി ഇലാ അബി റസീൽ ഖൈലി എന്ന് പറയുന്ന മഹാനടുത്തേക്ക് പോയത്. കാരണം മജ്ഹൂദൻ, മഹാൻ പാപമായിരുന്നു, സാധുവാണ് റഹിമഹുല്ലാഹു തആല. അങ്ങനെ ചെന്നു. ഫകഅന്നി അൽഖൈതു അലൈഹിൽ അഖാരിബ, ഇത് ഞാൻ ഇട്ട് കൊടുത്തു നോക്കുമ്പോ, ഈ നാണയം കൊടുത്തു നോക്കുമ്പോ
അദ്ദേഹത്തിന്റെ ദേഹത്ത് ഒരു തേള് ഞാൻ കൊണ്ടിട്ടാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ ഒരു പേടി മൂപ്പർക്കുണ്ടായിരുന്നു ഈ നാണയം കൊണ്ടുകൊടുത്തപ്പോ. ഫർ അദ്ദേഹ മൂപ്പരെ സ്വീകരിച്ചില്ല, തട്ടിമാറ്റി. അങ്ങനെ ഒബാത്ത ത്വാവിയൻ, അദ്ദേഹത്തിന്റെ വയറ് ചുരുട്ടി അന്ന് മഹാനവറുകൾ അവിടെ രാപ്പാർക്കുകയും ചെയ്തു. കാരണം ഇത് രാജാവാ കൊടുന്ന് വന്നിക്കണത്. അപ്പൊ ആ നാണയം അത്ര സ്വീകരിക്കൂല, അതില് അല്ല എല്ലാം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ്. വഖദ് അർസല അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബിമാലിൻ, കുറച്ച് സമ്പത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊടുത്തയച്ചു. ആരടുത്തേക്ക്? ഇല അബീ ദർ റളിയല്ലാഹു അൻഹു മാ അബിദിൻ ലഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനുള്ള അടിമയോട് കൂടെയാണ് കൊടുത്തയച്ചത്. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ അടിമയോട് പറഞ്ഞു, ഇത് നീ കൊണ്ടുപോയിട്ട് അബൂദർ തങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. എന്നിട്ട് വഖാല ലഹു, അങ്ങനെ അടിമയോട് എന്ത് പറഞ്ഞു അറിയാമോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഈ ഖബീലഹു മിൻക, അബൂദർ തങ്ങൾ ഞാൻ കൊടുത്തയക്കുന്ന ഈ സംഖ്യ, ഈ പണം, ഈ സമ്പത്ത് സ്വീകരിക്കുകയാണെങ്കിൽ അൻത ഹുർറുൻ, അടിമേ നീ അന്ന് മുതൽ സ്വതന്ത്രനാണ്. ഇതാണ് കരാർ. അപ്പൊ അടിമ സ്വതന്ത്രനാകും ഇത് സ്വീകരിച്ചാൽ. ഫലമ്മാ ദഹബൽ അബ്ദു ഇലൈഹി ബിൽ മാലി, എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊടുത്തയച്ച സമ്പത്തുമായി ഈ അടിമ അബൂദർ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് പോയി. ലൻ യഖ്ബൽ, അപ്പൊ അബൂദർ തങ്ങൾ സ്വീകരിച്ചില്ല. സ്വീകരിച്ച് കിട്ടിയാൽ ഇയാൾ സ്വതന്ത്രനാവും, ആ നന്മ ഉണ്ടായില്ല. അപ്പൊ വഖാലഹുൽ അബ്ദു, അപ്പൊ അടിമ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അബൂദർ തങ്ങളോട് പറഞ്ഞു, യാ സയ്യിദി, എന്റെ യജമാനെ, ഇന്ന ഖബൂലക ലഹു ഫീഹി ഇത്തഖി, ഈ സമ്പത്ത് നിങ്ങൾ സ്വീകരിച്ചാൽ ഈ സ്വീകരിക്കലില് എന്റെ മോചനുണ്ട്. അപ്പൊ ഞാൻ എന്താവും? അടിമത്ത മോചനം ലഭിക്കും നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ എന്ന് അടിമ പറഞ്ഞു. ഫഖാലഹു അബൂദർ റളിയല്ലാഹു അൻഹു, അപ്പോ അബൂദർ റളിയല്ലാഹു അൻഹു ആ അടിമയോട് പറഞ്ഞു, ഇൻ കാന ബിഹി ഇത്ഖുക, ഞാൻ ഈ സമ്പത്ത് സ്വീകരിക്കുന്നതിലാണ് നിന്റെ അടിമത്ത മോചനം എന്നുണ്ടെങ്കിൽ ഫഇന്ന ഫീഹി, നിശ്ചയമായിട്ടും അതില് റഖി, എന്റെ അടിമത്തം അതിലുണ്ട് എന്നാ. അങ്ങനെയാണെങ്കിൽ എന്റെ അടിമത്തം അതിൽ വരുന്നുണ്ടല്ലോ എന്നും പറഞ്ഞു മറുപടി സ്വീകരിച്ചില്ല. ഇതൊക്കെ മഹാന്മാരുടെ സൂക്ഷ്മ ജീവിതമാണ്. ഫഅലം ദാലിക, ഈ വിഷയം നീ അറിയണം. ഓ ഫത്തിസ് നഫ്സക, നിന്റെ മനസ്സൊന്ന് പരിശോധിക്കും. ഹൽ തഅഫഫത ഖത്തു, ഒരിക്കലും നീ എന്താ തഅഫഫായിട്ടുണ്ടോ? ഒന്നും സ്വീകരിക്കാതെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നുണ്ടോ? കമാ യതഅഫഫു ഹഉലായി, ഈ മഹാന്മാര് തഅഫഫായി ജനങ്ങളെ കയ്യിലൊക്കെ വെടിഞ്ഞ് ജീവിച്ചതുപോലെ. അതോ അക്കൽത്ത കുല്ലമ ദുഈത ഇലൈഹി, നിന്നെ എവിടേക്ക് ക്ഷണിക്കപ്പെട്ടു അതൊക്കെ നീ തിന്നോ? ഖുൽത, നീട് പറയും ചെയ്തോ, അൽ അസ്ലുഹിൽ, ഭക്ഷണം ഏതും കഴിക്കുക, അടിസ്ഥാനം ഹലാലല്ലേ എന്നും പറഞ്ഞു. അങ്ങനെ നീ ചെയ്തോ? ആലോചിച്ച് നോക്ക്. വഅത്ലഫ്ത നഫ്സക വമൻ തബിഅക, നിന്റെ ശരീരത്തെയും നിന്റെ കൂടെ ആൾക്കാർ നീ നശിപ്പിച്ചോ? മിമ്മൻ യഖൂലു, അതിലാക്കിയോ? മിമ്മൻ യഖൂലു, പറയുന്ന ഒരുത്തര കൂട്ടത്തിൽ എന്ത്, ലൗല അന്നദാലിക ഹലാലൻ, അത് ഹലാലായിരുന്നില്ല എങ്കിൽ ലമ അക്കല മിന്നു സയ്യിദി ഷെയ്ഖ്, അതിൽ നിന്ന് എന്റെ ഷെയ്ഖ് ഭക്ഷിക്കുമായിരുന്നില്ലല്ലോ എന്ന് പറയുന്ന കൂട്ടത്തിൽ നിന്റെ ശരീരത്തെയും നിന്റെ കൂടെ ആൾക്കാരെയും കൊണ്ട് നീ നശിപ്പിച്ചു കളഞ്ഞു. ആലോചിച്ച് നോക്ക്. ഓ ഇയ്യാക്ക സലാഹ്, നിന്നെ നീ സൂക്ഷിച്ചോ, നീ നല്ലവരാണെന്ന് വാദിക്കുന്ന നീ സൂക്ഷിച്ചോളാ. എത്തരത്തിൽ നീ നല്ലവനായിട്ടില്ല എന്നിട്ട് നീ നല്ലവനാന്ന് വാദിക്കുന്നൊക്കെ ശ്രദ്ധിക്ക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കഴിഞ്ഞു. ഇനി അടുത്ത സ്വഭാവമായി വീണ്ടും കാണാം.